ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ള വീട്ടിലെ ആദ്യത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഇട്ട വീഡിയോ. അപ്പോൾ അതാ വീടിൻ്റെ ഉള്ളിൽ നല്ല ജഗപുക പെട്ടി തുറക്കൽ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നാട്ടിലെത്തിയ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടി തുറക്കൽ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് വരാം. തുറന്നോ അങ്ങനെ ഇതാക്കടെ മന്ദിര പൊട്ടണല്ലോ ചതാവും എല്ലാതും വാങ്ങിച്ച പുതപ്പാ അതിൽ ഓരോ പുതപ്പിൽ പൊതിഞ്ഞതാണ്. അല്ല ഈസോളൊക്കെ ഓരോന്ന് ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് വെച്ചാൽ മതിയാത്ത എന്നാ കവറിൽ എടുത്തു കൊടുത്താടാ. നീ തുറന്നോ? ബാർബി ബാർബി അങ്ങനെ വലിച്ചിടല്ലടാ. ഇതാണോ എന്തോന്ന് മക്കളാണത് പരത്തി വാരിയിടല്ല ഇതാക്കിയിടല്ലടാ. ഒരു ഭാഗത്തേക്ക് വെക്ക്. ഡ്രസ്സോളൊക്കെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് വെച്ചാളാ. അതാ അതും കൊണ്ട് മാറ്റി വെക്ക്. നിങ്ങൾ രണ്ടാളും കൂടി അതിൻ്റെ ഇടയിൽ ഉള്ളിക്കട കയറുവോ? അതാ അതിൽ കിട്ടാത്ത ഇത് കാലി പുതിയൊരു ട്രിക്ക് ഉണ്ട് അതിനെ കുറിച്ച് കുന്തല്ലേ ഒക്കെ കഴിഞ്ഞിട്ട് പറയാണ്ട് ഇതിന്റെ ഉള്ളിൽ അതിന്റെ പേരെന്താ? അത് കണ്ണിൽ തട്ടിക്കൂട്ടിടെ. ഇങ്ങോട്ട് വന്ന ഒരു കുഞ്ഞിപ്പാത്രം ഇതേ അവിടെ എന്താണ് എന്താ ഒരു ഫുഡ് ഉണ്ട്, ഒരു അറബിക് ഫുഡ്. അത് പാർസൽ വാങ്ങിച്ചപ്പോ അതിന്റെ പാത്രം കിട്ടിയപ്പോ നല്ല ഇഷ്ടമായ പാത്രം മൺചട്ടിയുടെ പോലത്തെ. അതാ സ്കൂൾ വെള്ളം കുപ്പിയല്ല, അത് ടേബിളിൽ വെള്ളം വെക്കാൻ വേണ്ടി മേടിച്ചു കൊച്ചാപ്പ. എനിക്ക് കാലടിക്കുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് മാറ്റിയേക്ക്. അത് ഒന്നായിട്ട് കൂട്ടി കുഴക്കല്ലേ. കാക്കും ഇങ്ങനെ എടുത്ത് തരും ഓരോരുത്തർക്കുള്ളത്. കാലടിക്കുള്ളത് വേറെ, ഇവിടേക്കുള്ളത് വേറെ, അങ്ങനെ വെവ്വേറെ ആക്കിയിട്ട് എടുത്ത് തരും കാക്കും. അത് എടുത്ത് കാലടിക്ക് പ്രൈഫാൻ ആയിരിക്കണം. കാലടിക്കുള്ള പ്രൈഫാന് അതാണ് വേറെ വെക്ക്. ഇങ്ങോട്ട് വെക്ക്. കൊച്ചാപ്പൻ്റെ ഒരു ഷൂവോ ഡോളാണ് ഞങ്ങള്. നിനക്ക് അത്ര ഡോൾ. ഇത് പാക്കുട്ടി, നല്ല മഞ്ഞള ക്യൂട്ട് മുകളിൽ പാക്കുട്ടി. ഇതൊക്കെ കളർ പെൻസിലാ. ഏത് അല്ല അത് അവർക്ക് ലഞ്ച് കർച്ചീഫിന് വേണ്ടിട്ടേ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാ. ഈ ബസ്സിലൊക്കെ ദൈവത്തിന്റെ ഇതിന് പോലെ കളേഴ്സ്, ഈ പെൻസില്, കട്ടറ് എല്ലാതും പിങ്കാ. എനിക്ക് ഈ ജഗപുകയിൽ കൂടെ ഇങ്ങനെ ഇതായിട്ട് കാണിക്കില്ല. ഞാൻ ഇവിടെ വന്ന ദിവസത്തിൽ കൂടെ ഇങ്ങോട്ട് കാണിക്കാൻ വേണ്ടിട്ട് കൊടുക്ക്, കുട്ടി കൊടുക്ക്. അതിന് വാങ്ങിക്കോ കത്തർ പഫ്റ്റി. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് നല്ല വ്യത്യാസത്തില്ലേ. നല്ല ടേസ്റ്റാണ്. ആ ഇതാണ് താത്ത ദീദിയുടെ പാവ, ദീദിയുടെ ബൊമ്മ. അങ്ങോട്ട് കൊണ്ടുകൊടുക്കാം നാളെ. അതങ്ങനെ അതിന്റെ ഷാളാണ്.
കോഴിക്കോട് അപ്പുറമാണ്. അച്ഛനിങ്ങനെ തിരിച്ചാ തീയതി പൊമ്മടി തിരിച്ചാ 11:30 ഫ്ലൈറ്റ്. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോ 9:30 ഫ്ലൈറ്റ് പറഞ്ഞത്. അതാ അറ്റൻഡ് ബബ്ലുവിന്റെ അത് ഒക്കെ ആദ്യം ബബുല് 2 കിലോ കൂടിയിരിക്കണം. പക്ഷെ ഓരോ ശരീരത്തിന് വല്ലാണ്ട് അറിയൂല. ലിനൂട്ടിനല്ല ഫേവനല്ല മാറ്റം ലിനൂട്ടിനല്ലേ പറഞ്ഞത്. എന്നൊക്കെ അവിടെ ഒക്കെ പൊളച്ച് ഒന്ന് നുണക്കുടി പുറത്താണല്ലോ. അതാണ് വലിയ ജനിച്ചപ്പോഴാണ് അവർക്ക് ഒഴി കണ്ടിട്ട് എപ്പോഴാ പിന്നെ കാണുന്നത്. അതാണ് വാങ്ങിച്ചു ഇതാക്കിച്ചതാണ്. ഞാൻ പറയില്ല ഞങ്ങൾക്ക് പറ്റുമ്പോൾ കിടന്നിട്ട് ഇതാക്കണത് അങ്ങനെ വാങ്ങിച്ചതാണ്. അതിനോട് നമുക്ക് ഖത്തറിൽ ഓട്ടോമാറ്റിക് ബ്രഷ് ഉണ്ടാ. ബബുലു അവനോട് ചെന്ന് പറയാം ഖത്തറിൽ ഓട്ടോമാറ്റിക് ബ്രഷ് ഉണ്ട്. ഓലെ വണ്ടിനെ പറഞ്ഞത്. ഓലെ ബ്രഷ് വാങ്ങിക്കുമ്പോ ബ്രഷല്ല നോക്കണം. ടോയ്സാ കൂടെ ടോയ്സാ നോക്കണം. ഇതാണ് ഓട്ടോമാറ്റിക് ബ്രഷ്. ഇത് നമ്മള് പണ്ടൊക്കെ കളിക്കുന്നില്ല. അത് ലിനുവിന്റെ സ്കൂൾ കിറ്റാണ്. അതിന്റെ ടോയ്സ് അതാ. പടച്ചോനെ. അങ്ങനെതാ മക്കളെ പെട്ടിത്തോറ ഇവിടെ ജഗപക പൂരം നടന്നുകൊണ്ടിരിക്കാം കേട്ടോ. സ്കൂൾ ഐറ്റംസും ഓൽക്കുള്ള ടോയ്സും കാര്യങ്ങളും തന്നെയാണ് മുഴുവനായിട്ട്. അപ്പോൾ ഓരോരുത്തർ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി ഒരുക്കി വെച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് റാഷിയും അവളുടെ മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് സാക്കുവിന് എത്രത്തോളം മിസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ റാഷിനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ അത്രയ്ക്ക് ക്ലോസ് ആണ്. അപ്പം എൻ്റെ ഫിനൂട്ടൻ പറയുന്നത് ഉമ്മച്ചിയുടെ ചങ്ക് വന്നിട്ടുണ്ട് എന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ വന്നിക്കണമെന്ന് അനുഭവത്തിന് കാണാനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ നിൻ്റെ ആമസോണിൻ്റെ കൊളാബും കാര്യങ്ങളും അതുപോലെ ഫിനോന്റെ സ്കൂളിലെ യൂണിഫോം ബുക്സും കളക്ട് ചെയ്യലും അങ്ങനെയുള്ള ഞാൻ ഇവിടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം അതൊക്കെ ഓൾ തന്നെ ആയിരുന്നു കേട്ടോ. മക്കളെ കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ അങ്ങനത്തെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് റാഷി മോളപ്പോൾ കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ട് ഇതിൻ്റെ ഒരു തിരക്കിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ പെട്ടി തുറക്കൽ വിശേഷം. ഇനി മക്കളെ സ്കൂളിൽ പോവാണ്ട് ആറ്റടിയും ബബുലുൻ്റെയും ലിനുവിനും പുതിയ സ്കൂൾക്ക് പോവാണ്. അപ്പോൾ അവരെ ബുക്കും യൂണിഫോമും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാണ്ട് കളർക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് കളിക്കാം. അകത്തേക്ക് വേഗം വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഊരല്ലേ. നമ്മളിതാ ആറ്റന്റെയും ബബ്ലുവിന്റെയും ലിനുവിന്റെയും പുതിയ സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടി പോവുകയാണ് ഗായ്സ്. എന്താ സ്കൂള് മക്കളെ? അപ്പം അത് മക്കളെയും കൊണ്ട് ഞാനും ഉമ്മയും കൂടി അവരെ പുതിയ സ്കൂൾക്ക് വന്നതാണ് കേട്ടോ. എന്തായാലും അവർക്ക് സ്കൂൾ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഓടിച്ചപ്പാടി നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലിനോട്ടും പറയാം ഫുട്ബോൾ കളിക്കാമല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബബുൽ ഇപ്പം തന്നെ ചോദിക്കണത് നിങ്ങളിവിടെ ഇരിക്കുമെന്നാ. ഇമ്മച്ചി ഇവിടെ ഇരിക്കുമോ നിന്നോട് വല്ല ചേർന്ന് ഇവിടെ ആക്കിയിട്ട് പോവുകയാണെന്നാ. തുടങ്ങി വല്ലാത്തൊരു സ്വഭാവമുള്ളൊരു ചെക്കേട്ടാ. ആറ്റടിയും ബബുലുവിൻ്റെയും വിചാരം ഇന്നിപ്പോൾ ഇവരിവിടെ ആക്കിയിട്ട് പോവുകയാണെന്ന് കേട്ടോ. അപ്പോൾ അവൾക്ക് ചെറിയൊരു പേടി. ആറ്റയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ബബുലൂട്ടിക്ക് ഇന്നങ്ങോട്ട് വല്ലാണ്ടിട്ട് വിട്ട് നിൽക്കാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോകുമ്പോൾ ഉമ്മച്ചി ഇവിടെ ഇരിക്കുമോ ഞങ്ങളിവിടെ ആക്കി പോകുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളോടൊന്ന് ബുക്സ് യൂണിഫോമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ സാക്കുവിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് സാക്കുവിനെയും മക്കളെയൊക്കെ കണ്ട് ഞാൻ ജനിച്ചതിന് ശേഷം ഞാനും സാക്കും കൂടി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്ര വിട്ട് നിൽക്കണത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ആ സമയത്ത് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ട്. അതേ ഫോണിൽ ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ അനുമോളെ അടുത്തേക്ക് പോയി അനുമോളെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഒന്നും എടുത്തിട്ട് വണ്ടിയിൽ നിന്നൊക്കെ നല്ല ഉറക്കായിരുന്നു. പിറ്റേന്ന് യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരുന്ന വഴിക്ക് നല്ല നാടൻ ഫുഡ് കഴിച്ച്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് ഇട്ടത്. അപ്പോൾ ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മളുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം നമ്മളുടെ സ്കിറ്റ് വീഡിയോസൊക്കെ തുടങ്ങാൻ. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാം.